ഈസ്റ്റൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. മാവ് അരച്ചുടനെ തന്നെ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പാട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അവിലാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മട്ട അവിലാണ് കേട്ടോ. അവിൽ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവിലൊന്ന് കഴുകിയിട്ട് വേണ്ട നമുക്ക് ഈ റവയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവിലില്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരു 1/4 കപ്പ് അളവിൽ ചോറെടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു അവിലും റവയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ റവ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഈ ഒരു അവിലും റവയും ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ ഇത് അവിൽ റവയൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. 2-3 മിനിറ്റ് മാത്രമേ ഞാനത് അടച്ചു വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിപ്പോൾ ഒരു വലിയ ക്യാരറ്റായിട്ട് എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കപ്പോളം ക്യാരറ്റ് ഉണ്ട് ഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ക്യാരറ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാനിവിടെ ഒരു 1/2 കപ്പായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് 1 കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ കൂടുതൽ ചേർത്ത് കൊടുത്താൽ ഈ അപ്പത്തിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ. ഞാനിപ്പോൾ ഇത് അര കപ്പ് തേങ്ങ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് പുതിനയാണ്. പുതിന ഞാനൊരു കൈപ്പിടി കേട്ടോ, ഏകദേശം ഒരു 1/4 കപ്പ് പുതിനയായിട്ട് എടുത്തിട്ടുള്ളത്. പുതിനേൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. പുതിനേൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കും ചെയ്യാം കേട്ടോ. ഈ പുതിന ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് വയറിനൊക്കെ നല്ലതാണ് കേട്ടോ. നമുക്ക് ഡൈജഷൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ പുതിന ഇഞ്ചിയൊക്കെ ഈ അപ്പത്തിൽ വരുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ് കേട്ടോ. പിന്നെ ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിയും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതായത് മിക്സിയുടെ ജാറിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഇതിങ്ങനെ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മിക്സിയുടെ ജാറിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഗോതമ്പ് പൊടി ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നും കൂടെ നന്നായിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ അപ്പത്തിന് വേണ്ട ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അപ്പല്ലേ, അപ്പോൾ അതുകൊണ്ടാട്ടോ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഇഞ്ചി പുതിനൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാവിൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡൈജഷൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചിയും പുതിനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മളെ വെള്ളപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെ ഒക്കെ മാവിൻ്റെ അതേ കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ. പാന് നന്നായിട്ട് ചൂടായ ശേഷം മാത്രം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നാലും അതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഹോൾസൊക്കെ വരുള്ളൂ. ഇതുപോലെ ഹോൾസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ ടൈം എടുക്കുള്ളൂ കേട്ടോ അപ്പം കുക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പം ചുട്ടെടുക്കാം. നമ്മൾ പിന്നീട് മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. മാവ് ഒഴിച്ച ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള അപ്പമൊക്കെ ചുട്ടെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയാണ്ട് മടുത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുറച്ച് ക്യാരറ്റൊക്കെ വരുന്നതുകൊണ്ട് ഹെൽത്തിയാണ്. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ അപ്പം ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. നമുക്ക് ഏത് കറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല നോൺ വെജ് കറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചട്നി അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം.